നമസ്കാരം. 2 മണിക്കൂർ റോഡിലിരിക്കാൻ സമയമുള്ള ഗവർണർക്ക് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമത്തിനു വേണ്ടി സമയം ചിലവിടാൻ സമയമില്ല. കേന്ദ്രവിരുദ്ധ സമരത്തിനെതിരെയും ഗവർണറെ വിടാതെ പിന്തുടരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡൽഹിയിലുള്ള ഗവർണർ കേരളം നടത്തുന്ന സമരം കാണാൻ വന്നാലും റോഡിൽ കസേരയിട്ട് ഇരിക്കുകയുള്ളൂ എന്ന മുഖ്യമന്ത്രി വലിയ വിവാദ പരാമർശമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. കേരള ഗവർണർക്ക് കേരളത്തിൽ ചെലവഴിക്കാൻ സമയമില്ല. മിക്കപ്പോഴും അദ്ദേഹം പുറത്താണ്. ഇനിയിപ്പോൾ കേരളത്തിൽ വന്നാലും നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കാൻ പോലും അദ്ദേഹത്തിന് സമയം കണ്ടെത്തില്ല എന്ന രൂക്ഷ വിമർശനമായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്രവിരുദ്ധ സമരം നടത്തുന്നതിനിടെ പിണറായി സർക്കാർ ഉയർത്തിയത്. എന്നാൽ ഗവർണർക്ക് എതിരെയുള്ള വിമർശനം മാത്രമായി ഇതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. ഗവർണർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്ന CPM SFI നേതാക്കൾക്ക് പിണറായി സർക്കാർ നൽകുന്ന പിന്തുണ എന്ന നയമാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെ പരിഹാസത്തിന് മറുപടിയുമായി ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ നേരിട്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തി. തന്റെ എല്ലാ പരിപാടികളും രാഷ്ട്രപതി ഭവന്റെ അംഗീകാരത്തോടെയാണ് താൻ ചെയ്യുന്നത് എന്നും ഓണത്തിന് പോലും ക്ഷണിക്കാത്തവരാണ് പരാതി ഉന്നയിക്കുന്നത് എന്നുമായിരുന്നു ഗവർണറുടെ തിരിച്ചടി. അതേസമയം സമരം പൂർണ്ണ വിജയമാണ് എന്ന വാദത്തിലാണ് സംസ്ഥാന സർക്കാർ. മോദി സർക്കാരിനെതിരെ അടുത്ത കാലത്ത് നടന്നതിൽ ഏറ്റവും അത്യുജ്വലമായ സമരമാണ് ഇതെന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. സംസ്ഥാനങ്ങൾ ശക്തമായി നിന്നില്ല എങ്കിൽ ഇന്ത്യ ശക്തമാകില്ല എന്നും സംസ്ഥാനങ്ങളുടെ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത് എന്നും ഫറൂഖ് അബ്ദുള്ള വ്യക്തമാക്കി. കേന്ദ്രം രാജ്യത്തിന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുകയാണ് എന്നും ഹിന്ദുത്വ രാജ്യമാക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഇതിനെതിരെ പോരാടണമെന്നുമായിരുന്നു സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന. 70 കോടി ജനങ്ങളെ പ്രതിപക്ഷ പാർട്ടികളാണ് പ്രതിനിധീകരിക്കുന്നതെന്നും കേന്ദ്രം അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് എന്നും ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിനിടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പറഞ്ഞു. ഇവരെ ഭാരതത്തിലെ ജനങ്ങളായാണോ കേന്ദ്രം കാണുന്നതെന്നും സംസ്ഥാന വിഹിതം കിട്ടാൻ ചെറിയ കാര്യങ്ങൾക്കും സുപ്രീം കോടതിയിൽ പോകേണ്ട ഗതികേടാണെന്നുമാണ് ആക്ഷേപം. ജന്തർ മന്ദറിൽ വന്നിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും കെജ്രിവാൾ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളെയും വേർതിരിവില്ലാതെ പരിഗണിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ കടമയാണ് എന്നാണ് കപിൽ സിബൽ പറഞ്ഞത്. ഇന്ത്യ 10 വർഷത്തിനുള്ളിൽ മാറ്റിമറിക്കാമെന്ന അവകാശവാദം ഉന്നയിച്ച മോദി അധികാരത്തിലേറിയതെന്നും പ്രതിപക്ഷം ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ വേർതിരിവ് സൃഷ്ടിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും കേരളത്തിന് പിന്തുണ തുടരുമെന്നും കപിൽ സിബൽ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറമെ LDF MLA-മാരും MP-മാരും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തിരുന്നു. സമരം പൂർണ്ണ വിജയമെന്നാണ് ഇരുകൂട്ടരും പറയുന്നത്. എങ്കിൽ പോലും ഇതിലൊരു നടപടിയോ തീരുമാനമോ കേന്ദ്രം പറയാതിരിക്കുമ്പോൾ ഏത് തരത്തിലാണ് സമരം വിജയമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്ന ചോദ്യം ഉയരുകയാണ്.